മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, നബിയേ, എനിക്ക് നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ നബിയേ, എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ. അബൂദർ നിന്നെ പോലെ ജീവിക്കുന്നവനല്ല, മോശമായി ജീവിക്കുന്നവനല്ല. അബൂദർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്, സാധാരണ ഒരു സ്വഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം എന്തെന്നറിയണമെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വഴിയിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ അബൂദർ ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. മുത്തി നബി അവിടെ അത്ഭുതപ്പെടുകയാണ്. ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാം? അത് അബൂദറാണെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നത്? എന്റെ അബൂദറിന് നിനക്ക് പരിചയമുണ്ടോ? ഈ പാവപ്പെട്ടവനെ എങ്ങനെയാണ് നിനക്കറിയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബഉ അശ്റു ഫിൽ അർളി യാ റസൂലല്ലാഹ്. ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ, ഏഴാകാശങ്ങളിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ ഈ പാവപ്പെട്ടവന്റെ പേര് പറയും നബിയേ. ഈ പാവപ്പെട്ടവൻ അറിയാത്ത മലക്കുകളില്ല നബിയേ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ നബിയേ. ഇബാദത്തുകൾ അധികമായിട്ട് ചെയ്യുവാൻ എനിക്കൊരു വഴി പറഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ? നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രായം ചെന്നിട്ട് പോലും അല്ലാഹുവിനെ മറന്നുകൊണ്ട് പടച്ചവനെ ഇപ്പോഴും ജീവിക്കുന്ന ഉപ്പമാരോട് പറയുകയാ, നിനക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? നിന്റെ അഹങ്കാരം മാറണോ? നിന്റെ ധിക്കാരം മാറണോ? നിന്റെ മോശമായ സ്വഭാവം മാറണോ? നാളെ രാവിലെ നീ ഇവിടത്തെ പള്ളിപ്പറമ്പിലും പോകാൻ പറ്റുമോ? ഇവിടെ ജനങ്ങളെ മുഴുവനും കൊണ്ടുപോയി കബറടക്കുന്ന ഈ നാട്ടിലെ ഖബർസ്ഥാനിലേക്ക് നിനക്കൊന്ന് പോകാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നന്നാകും ബാപ്പാ. ഏത് നന്നാകാത്തവനും നന്നാകാനുള്ള വഴി പള്ളിപ്പറമ്പിൽ പോകലാ. ഈ നാടിനെ വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരവിടെ കിടക്കുന്നുണ്ടല്ലോ. അവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ട് അവന്റെ മുകളിൽ നിൽക്കുന്ന മൈലാഞ്ചി ചെടികൾ ഒരുപാട് കഥകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. സിനിമ കാണലും സീരിയൽ കാണലും ഒക്കെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങള്, കഴിയില്ല എന്ന് നീ പറയരുത്. നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറണോ? നീ പള്ളിപ്പറമ്പിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നീ എവിടെയാണ് പോകേണ്ടതെന്നറിയുമോ? ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണ വീട്ടിലേക്ക് നീ ഒന്ന് പോകണേ. ആ മരണ വീട്ടിലേക്ക് നീ ഒന്ന് പോകണേ. എന്നിട്ട് ചോദിക്കണം, എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? എപ്പോഴാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? അതാ പെണ്ണിന്റെ ജനാസ കുളിപ്പിക്കുന്ന സ്ഥലത്ത് കടന്നു ചെന്നാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ജീവിതത്തിൽ മാറ്റം വരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പടച്ചവനെ, ഖബർ കളിക്കേണ്ട സ്ഥലമല്ല, ഖബർ നിസാരമായ സ്ഥലമല്ല. ആ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം. ആ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് തന്റെ നെഞ്ചിലേക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയായ സ്വഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ആ ഉസ്മാൻ തങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഉസ്മാൻ തങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഖബർ കണ്ടാ വല്ലാത്ത കരച്ചലാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടി രൂപത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്.
സഹാബത്ത് ചോദിക്കുന്നു, ഉസ്മാൻ തങ്ങളെ, നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, പരലോകത്തെ കുറിച്ച് പറയുമ്പോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ, മീസാനിനെ കുറിച്ച് പറയുമ്പോ, നരകത്തെ കുറിച്ച് പറയുമ്പോ, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ. എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ വല്ലാതെ കരയുന്നത്? കരയണം ചെറുപ്പക്കാരാ, കരയണം ചെറുപ്പക്കാരാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം ചെറുപ്പക്കാരാ. ഖബറ് കണ്ടാ കരയണേ, ഖബറ് കണ്ടാ കരയണേ. കാരണം എന്തെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മഹാനായ ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ആ ഖബറാണ് ഒന്നാമത്തെ സ്ഥലം. അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ. അവിടെ ഒരു മനുഷ്യന് പരാജയപ്പെട്ടു പോയാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് പടച്ചവനെ, ഖബർ കാണുമ്പോ കരയണമെന്ന് മകത്തുക്കളവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, നമ്മൾ സംസാരിക്കുന്നത് പോലെ ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഖബറിന് നാവുണ്ടടാ ചെറുപ്പക്കാരാ. സിറാജ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നല്ലോ, ഇതുപോലെ ഖബറും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പള്ളിപ്പറമ്പിൽ പോകുന്ന ഓരോ മനുഷ്യനോടും ഖബറവിടെന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കേൾക്കുന്നില്ലല്ലോ, ഇന്ന് കേൾക്കുന്നില്ലല്ലോ. കേൾക്കാൻ കഴിയാത്തത് നിനക്ക് പവറില്ലാത്തത് കൊണ്ടാ, നിനക്ക് പവറില്ലാത്തത് കൊണ്ടാണ്. എപ്പോഴാണ് കേൾക്കുന്നതെന്നറിയുമോ? ഈ പള്ളിയിലെ പടച്ചവനെ നിന്നെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അവസാനം ഇവിടുത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കരിക്കുമല്ലോ. ആ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, ഖബർ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അന്ന് കേൾക്കാം ഉപ്പമാര്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, നിന്നെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലേക്ക് നിന്റെ ജനാസ കൊണ്ടിറങ്ങുമ്പോ ഖബർ വിളിക്കുന്നു, വാടാ വാടാ ചെറുപ്പക്കാരാ, വാടാ ചെറുപ്പക്കാരാ. എന്റെ സ്വഭാവം നിനക്ക് ഞാൻ കാണിച്ചു തരാ, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാ. ഒരുപാട് പറഞ്ഞിട്ടും കേൾക്കാതെ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ മതിമറന്ന ധിക്കാരിയെ പോലെ, അഹങ്കാരിയെ പോലെ തോന്നിവാസം കാണിച്ച് നടന്നവനല്ലേടാ. എന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഞാൻ നിനക്കെന്ന് കാണിച്ചു തരാ എന്ന് ഖബർ പറയുന്നത് ഞാനും നിങ്ങളും കേൾക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, ഒരു മനുഷ്യൻ മരണപ്പെടുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ജനാസ ഖബറടക്കി എല്ലാവരും സലാം പറഞ്ഞ് പിരിയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പള്ളിപ്പറമ്പിൽ നിൽക്കുകയാ. കൂടെ വന്നവര് വിളിക്കുന്നു, തങ്ങള് എന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്? എന്തിനാണ് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പൊക്കോ, ഞാൻ അല്പനേരം ഇവിടെയൊന്ന് നിൽക്കട്ടെ. പടച്ചവരെ,
പള്ളിപ്പറമ്പിലൂടെ നടക്കുകയാണ്, ഖബർസ്ഥാനിലൂടെ നടക്കുകയാണ്. ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്ത് ചെന്നു, ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്ത് ചെന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ ഖബറിന്റെ ചാരത്തിരിക്കുകയാ. കരയാൻ തുടങ്ങി, കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ വരാൻ തുടങ്ങി. ഒന്നും മിണ്ടാതെ നിശബ്ദനായി പള്ളിപ്പറമ്പിലെ പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ ആ ഖബർ ചോദിക്കുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായല്ലോ. ഖബർ ചോദിക്കുകയാണ്, ഒരുപാട് നേരം കൊണ്ടിരുന്ന് കരയുകയാണല്ലോ, എന്തേ എന്നോടൊന്നും ചോദിക്കാറില്ലേ? എന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ നിനക്കറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഖബറേ എങ്ങനെയാണ് നീ പെരുമാറുന്നത്? മസഖത്തുൽ ലഖഫാൻ വസദഖത്തുൽ മുഖ്ലതൈൻ വഅകൽതുൽ ലഹുമാ. ഖബർ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാ. എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഖബറിൽ ഇറക്കി വെച്ചാൽ അവരെ ഞെരുക്കുകയാണ്, കഫൻ തുണി വലിച്ചു കീറുകയാണ്. പടച്ചവനെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങളെ നിലവിളിക്കുകയാ, പറയല്ലേ പറയല്ലേ പറയല്ലേ, എനിക്കത് കേൾക്കാനുള്ള കഴിവില്ല. ഖബറിനോട് പറയുകയാണ്, ഇനിയൊന്നും നീ പറയരുത്, അത് കേൾക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിലവിളിച്ചുകൊണ്ട് ഖബറിന്റെ ചാരത്തേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പിടഞ്ഞു വീഴുകയാ. ആ ഖബറിന്റെ ചാരത്തിങ്ങനെ പിടഞ്ഞു വീണുകൊണ്ട് ആ ഖബറിന്റെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ ആ ഖബറാണ് ചോദിച്ചത്, അല്ലദുല്ലുക അലാ അഖ്ഫാനി ലാ തുബിലാ. അപ്പോഴാണ് ഖബർ ചോദിക്കുകയാണ്, രക്ഷപ്പെടണോ? എന്റെ വീടിന്റെ അകത്ത് രക്ഷപ്പെടണോ? രക്ഷപ്പെടാനുള്ള വഴി ഞാൻ തന്നെ പറഞ്ഞു തരാം എന്നവിടുന്ന് ഖബർ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഈ പാവപ്പെട്ടവന്റെ വഴുത് കേൾക്കാതെ കിടന്നു വന്ന പെങ്ങള് ഇടയ്ക്കൊക്കെ ഖബറിനെ കുറിച്ച് ചിന്തിക്കുമോള്, മരണത്തെ കുറിച്ച് ചിന്തിക്കുമോള്. വെറുതെ സീരിയൽ കണ്ട് കരഞ്ഞാ പോരല്ലോ.